ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പ്രവീൺ കുമാർ, വേദിയിലുള്ള സമുന്നതരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സദസ്സിലുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പോരാളികളെ, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ പോരാളികൾ എന്ന് വിളിച്ചത്? നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഞാനും ഈ വേദിയിലിരിക്കുന്നവരും നിങ്ങളും ആ യുദ്ധത്തിലെ പോരാളികളാണ്. നമ്മൾ ആ യുദ്ധം ജയിച്ചു വരിക തന്നെ ചെയ്യും. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയമാണ് നമ്മൾ ജയിക്കണം, അവരുടെ ആഗ്രഹം, അവരുടെ ഹൃദയാഭിലാഷമാണ് നമ്മൾ ജയിക്കണം എന്നുള്ളത്. നമ്മൾ ഈ 10 വർഷത്തെ ദുർഭരണത്തിന് നമ്മൾ അന്ത്യം കുറിക്കും. നമ്മളൊരു പുതുയുഗത്തിന് തുടക്കം കുറിക്കും. ഈ ഗവൺമെന്റ് തികഞ്ഞ പരാജയമാണ്. അടുത്ത മാസം പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അധികാരത്തോട് സലാം പറയുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഈ കേരളം കാണാത്ത ഏറ്റവും വലിയ കടത്തിന്റെ കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് ഈ ഗവൺമെന്റ് വിട പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, അവിടെ നിന്നും, ഗവൺമെന്റ് പരാജയപ്പെട്ട അവിടെ നിന്നും ആ സമ്പദ് വ്യവസ്ഥയെ, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നമ്മുടെ UDF പുനർജനിപ്പിക്കും. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രൊഫഷണലാക്കി, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഭംഗിയാക്കി, ഖജനാവിന്റെ ലീക്കേജ് തടഞ്ഞ് കേരളത്തിന്റെ ഇക്കോണമിയെ ഷൂട്ടപ്പ് ചെയ്ത് ഖജനാവ് നമ്മൾ നിറയ്ക്കും. ഈ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവിനെ നമ്മൾ നിറയ്ക്കും. ആ പണം കൊണ്ട് നമ്മൾ സാധാരണക്കാരനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. അവന്റെ കണ്ണീര് തുടയ്ക്കും, അവന്റെ സങ്കടങ്ങൾ മാറ്റും, കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. അതിനുള്ള കർമ്മ പരിപാടി UDFന്റെ കയ്യിലുണ്ട്. എവിടെയെല്ലാമാണ് ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെ നമുക്ക് ബദലുണ്ട്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഗവേഷണ തുല്യമായ കഠിനാധ്വാനം നടത്തി ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികളും അല്ലാത്തവരുമായ വിദഗ്ധരായ ആളുകളുടെ സേവനം തേടിയാണ് നമുക്ക് ഈ ബദൽ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുന്നത്. ഇവിടെ പറഞ്ഞു, നമ്മളാണ് പറഞ്ഞത്, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയാക്കി നമ്മൾ ഈ കേരളത്തിലൂടെ നടത്തും. ഇന്ന് രാവിലെ കോഴിക്കോട് വെച്ച് നമ്മളൊരു ഹെൽത്തിന്റെ വിഷൻ ഡോക്യുമെന്റ് നമ്മൾ പ്രഖ്യാപിച്ചു. നമ്മൾ വെച്ച ഹെൽത്ത് കമ്മീഷൻ, 300 പേര് ഡോക്ടർമാർ പങ്കെടുത്ത ഹെൽത്ത് കോൺക്ലേവ്, 150-ലധികം 600ഓളം ഡോക്ടർമാരുമായി അവർ ഇന്ററാക്ട് ചെയ്തു. 100-ലധികം 150ഓളം ഡോക്ടർമാർ കഠിനാധ്വാനം ചെയ്ത് ഹെൽത്ത് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഉണ്ടായ വിഷൻ ഡോക്യുമെന്റാണ്. ഞാൻ കരുതുന്നത് അത് കേരളത്തിൽ നടപ്പാകുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ചികിത്സിക്കാൻ കേരളം ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി മാറ്റും. ചികിത്സാ ചെലവ് ഇന്നുള്ളതിന്റെ പകുതിയായി കുറയ്ക്കും. നമുക്കറിയാം, ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും അടക്കം സമഗ്രമായ മാറ്റം കേരളത്തിലുണ്ട്. ആ ഡോക്യുമെന്റ് കേരളം ചർച്ച ചെയ്യും. അത് നമ്മുടെ ജ്ഞാനത്തിന്റെ ഒരു അസറ്റാണ്. അത്രമാത്രം ഹോംവർക്ക് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ മുടക്കി അവർ വിദേശ രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാമുകൾ പഠിക്കാൻ പോകുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, UDF വരുമ്പോൾ ജർമ്മനിയിലും ലണ്ടനിലും കാനഡയിലും ഓസ്ട്രേലിയയിലുമുള്ള യൂണിവേഴ്സിറ്റികളിലെ പ്രോഗ്രാമുകൾ കേരളത്തിലെ സർവകലാശാലകളിൽ നമ്മൾ ആരംഭിക്കും. ആ കുട്ടികൾ അവിടെ പഠിക്കും. അവർ പഠിച്ച് പുറത്തു വരുമ്പോൾ അവർക്ക് തൊഴിലും സംരംഭങ്ങളുമായി സമഗ്രമായ ഒരു പദ്ധതി, ഈ കേരളം ഇന്നുവരെ കാണാത്ത തൊഴിലുണ്ടാക്കുന്ന, കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്ന സമഗ്രമായ ഒരു പദ്ധതി ഈ ജാഥ
തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് നമ്മൾ പ്രഖ്യാപിക്കും. കാർഷിക മേഖലയിൽ വന്യജീവി ആക്രമണം കൊണ്ട് 30 ലക്ഷം പേർ പൊറുതിമുട്ടുമ്പോൾ പരമ്പരാഗതമായ രീതിയെയും ആധുനികമായ സങ്കേതങ്ങളെയും സമന്വയിപ്പിച്ച് ലോകത്തിലെ അഡ്വാൻസ്ഡായ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ വന്യജീവി ആക്രമണത്തിൽ നിന്നും ഈ ജനതയെ രക്ഷിക്കാനുള്ള പദ്ധതി നമ്മുടെ കയ്യിലുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് വരെ ഉപയോഗിച്ച്, ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആ പാവപ്പെട്ട കർഷകരെ രക്ഷിക്കും. നമുക്ക് 600 കിലോമീറ്റർ ദൂരം കടലാണ്. അത് പ്രകൃതി നമുക്ക് തന്ന വരദാനമാണ്. അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം? 2 ഇന്റർനാഷണൽ സീ പോർട്ടുകളുണ്ട്, വിഴിഞ്ഞത്തും കൊച്ചിയിലും. ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്. 17 തുറമുഖങ്ങളുണ്ട്, മിനി പോർട്ടുകളുണ്ട്. കേരളത്തിൽ 17 മിനി പോർട്ടുകൾ. ഇതിനെയെല്ലാം സംയോജിപ്പിച്ച് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് മിഷൻ സമുദ്ര, കോസ്റ്റൽ ഷിപ്പിംഗ് ആണ്. റോഡിലൂടെ പോകുന്ന വസ്തുക്കളെല്ലാം പരമാവധി കടലിലൂടെ കൊണ്ടുപോകും. ഇതിൻ്റെ 4/1 ചെലവിൽ റോഡ് ഫ്രീ ആവും. ഒരു പുതിയ ആരംഭം കുറിക്കുകയാണ്. 2ാമത്തെ ഘട്ടത്തിൽ അത് ക്രൂയിസ് ഷിപ്പിംഗ് ആക്കും, പാസഞ്ചർമാരെ കൊണ്ടുവരും. 3ാമത്തെ ഘട്ടത്തിൽ നദികളുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് ടൂറിസം ഡെവലപ്പ് ചെയ്യും. ഈ പ്രോജക്റ്റ് കേരളത്തെ സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണമെന്നുള്ള സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാകും. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, ചിലത് സസ്പെൻസിൽ നിൽക്കുക. അത്രമാത്രം സ്വപ്നതുല്യമായ പദ്ധതികളുമായി അത് നടപ്പാക്കണം എന്നുള്ള ഇച്ഛാശക്തിയോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി, നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് UDF വരുന്നത്. ഇവരെവിടെയെല്ലാം പരാജയപ്പെട്ടോ അവിടെയെല്ലാം കേരളത്തെ കൈപിടിച്ചുയർത്തും. ആരോഗ്യ, വിദ്യാഭ്യാസ രംഗങ്ങളിലും വ്യവസായ രംഗത്തും ഇൻവെസ്റ്റ്മെന്റിലും എല്ലാം വരും. ഇന്ന് പൊതുപണിമുടക്കാണ്. വലിയ കാര്യങ്ങളാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. കാർഷിക മേഖലകളിൽ ഉള്ള നിയമം, ഉണ്ടാക്കിയിരിക്കുന്ന നിയമം, കർഷക ദ്രോഹ നിയമം പിൻവലിക്കണം. തൊഴിൽ നിയമങ്ങൾ തൊഴിലാളി വിരുദ്ധമാണ്, പിൻവലിക്കണം. തൊഴിലുറപ്പ് പദ്ധതി, അതിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതികൾ പിൻവലിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ പണിമുടക്ക് നടത്തിയാണ്. ഞാനതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു, സമരത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു സംശയം. ദേശീയ പണിമുടക്ക് എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രം അത് ഹർത്താലും ബന്ധുമായി മാറും. തമിഴ്നാട്ടിൽ ചെന്നാൽ ഇല്ല, കർണാടകത്തിലില്ല, മഹാരാഷ്ട്രയിലില്ല, ഇത് പ്രഖ്യാപിച്ച ഡൽഹിയിലില്ല. ഇവിടെ മാത്രം ഹർത്താലും ബന്ധും. നമ്മളിന്ന് ഞാനൊരു പൊതുസമക്ഷത്തിൽ ചർച്ചയ്ക്കായി വയ്ക്കുന്നു. നമുക്ക് വേണോ? പ്രതിപക്ഷത്ത് 5 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഈ കേരള ചരിത്രത്തിൽ ഒരു ഹർത്താൽ പോലും നടത്താത്ത കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ് നമ്മുടെ പ്രതിപക്ഷം. നമ്മൾ പോസിറ്റീവാണ്. നിങ്ങൾ നാളെ സ്കൂളിൽ പോകണ്ട, ബാങ്കിൽ പോകണ്ട, ജോലിക്ക് പോകണ്ട, ആശുപത്രിയിൽ പോകണ്ട എന്ന് നിങ്ങളോട് പറയാൻ ഒരു സംഘടനയ്ക്കും അവകാശമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അത് ശരിയല്ല. കേരളത്തിനെ കുറിച്ച് കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ എപ്പോഴും ഹർത്താലും ബന്ധും സമരവുമാണ്. ഇങ്ങോട്ട് വരണ്ട. തെറ്റായ മെസ്സേജ് കേരളത്തിന് പുറത്തേക്ക് പോയിരിക്കുന്നു. ഞാനിത് ചർച്ചയ്ക്കായി വയ്ക്കുകയാണ്. എനിക്കറിയാം, ഞാൻ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കും. കാലഹരണപ്പെട്ടതെല്ലാം അറബിക്കടലിൽ എറിയണം, വേണ്ടേ? നമുക്ക് നമ്മുടെ ഈ പുതുയുഗം ആർക്കാണ്? നമുക്ക് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്കിവിടെ നിൽക്കാൻ കഴിയണം. ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമാക്കി നമുക്ക് കേരളത്തെ മാറ്റണം. നമുക്കത് കഴിയും. അതുകൊണ്ട് ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിൻ്റെ തിരശീലയാണ് കേരളത്തിൽ ഉയരുന്നത് എന്ന് അഭിമാനത്തോടെ പറയാൻ വേണ്ടിയാണ് ഈ പുതുയുഗയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. മാറ്റമുണ്ടാക്കും UDF, നമ്മുടെ UDF മാറ്റമുണ്ടാക്കും കേരളത്തിൽ. ഇപ്പൊ വർഗീയതയാണ് ഇവിടെ ചർച്ച. വർഗീയത പറയുകയാണ്. പറഞ്ഞല്ലോ, സംഘപരിവാർ വർഗീയത പറഞ്ഞാൽ നമുക്ക് കേട്ട് പരിചയമുണ്ട്, ഇല്ലേ? അവര് ഏത് സംസ്ഥാനത്ത് ചെന്നാലും മതങ്ങളെ തമ്മിലടിപ്പിക്കും, ഭിന്നിപ്പുണ്ടാക്കും, വിദ്വേഷ പ്രസംഗം നടത്തും, അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തും, രാഷ്ട്രീയ മുതലെടുപ്പ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ സംഘപരിവാറിൻ്റെ അതേ വഴിയിലൂടെ പോവുകയാണ്. അതേ വഴിയിലാണ്.
മുഖ്യമന്ത്രി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് ന്യൂനപക്ഷ പ്രേമമാണ്. ഗാസയിലെ കുഞ്ഞുങ്ങൾ, പാലസ്തീനിലെ യുദ്ധം, പൗരത്വ പ്രശ്നം, ന്യൂനപക്ഷ പ്രണയം. പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി അതിൽ അർത്ഥമില്ല പറയുന്നത്. അവർ വോട്ട് ചെയ്തില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റി. ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി ആദ്യം ഇന്റർവ്യൂ കൊടുത്തത് ആരാ? പിണറായി വിജയൻ ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുത്തു. പിന്നെ കിങ്കരന്മാർ വരുന്നു, AK ബാലൻ വരുന്നു, മന്ത്രി സജി ചെറിയാൻ വരുന്നു. സജി ചെറിയാൻ എന്താ പറഞ്ഞത്? ഒരു മന്ത്രി പറയുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ചവരുടെ പേര് നോക്ക്, അപ്പറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇത്? നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് അയാൾ മന്ത്രി സ്ഥാനത്ത് തുടരുകയാണ്. UDF-ലാണെങ്കിൽ 24 മണിക്കൂർ അയാൾ ആ കസേരയിൽ ഇരിക്കില്ല. നിങ്ങൾക്ക് നാണമില്ല. പിന്നെ വർഗീയത പറയുന്ന ആളുകളെ പൊന്നാട അണിയിക്കുക പിണറായി വിജയന്റെ പരിപാടി. അതുകൊണ്ട് പക്ഷേ ഇവിടെ UDF ഉണ്ട് എന്ന് നിങ്ങൾ മറന്നുപോയി. ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. വിട്ടുവീഴ്ചയില്ല, നോ കോംപ്രമൈസ്. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ വർഗീയത പറഞ്ഞാലും 4 വോട്ടിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല. ഞാൻ കരുതുന്നത് ഈ നിലപാട് മതേതര കേരളം ഇരു കൈകളും നീട്ടി അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കും. നമുക്ക് കാണാം തെരഞ്ഞെടുപ്പിൽ ആ ആത്മവിശ്വാസമാണ്. ഇനി കേരളത്തിൽ ഒരാളും വർഗീയത പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചാൾ കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ ഓർമ്മയാകും, പിന്നെ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാകും. അവര് ജീവിക്കുന്ന ഈ കേരളം സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കണം. അവരെ തമ്മിലടിപ്പിക്കാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല. അവരുടെ കേരളം സുന്ദരമാക്കാനുള്ള, ഭംഗിയായി മുന്നോട്ട് പോകാനുള്ള, വർഗീയത പറയുന്നവരോട് നമ്മൾ എങ്ങനെയാണ് പ്രതിരോധം തീർക്കേണ്ടത്? നമ്മൾ തോളോട് തോളൊരുമി, നമ്മൾ ചേർന്ന് നിന്ന് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയണം. എല്ലാ മലയാളിയും അത് പറയാനുള്ള ആർജവം, അവർക്കുള്ള ധൈര്യം, അവർക്കുള്ള ഊർജം, അതാണ് UDF പ്രദാനം ചെയ്യാൻ പോകുന്നത്. ഒരു കളിയും ഇവിടെ നടക്കില്ല. കാര്യത്തിൽ ഒരു ശക്തിയെയും സമ്മതിക്കില്ല. ആരും വരണ്ട. അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടാണ് നമുക്ക് പ്രധാനം, കേരളമാണ് നമുക്ക്. കേരളത്തിനൊരു മാറ്റമുണ്ടാകണം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, കേരളം ഇനി പിന്നോട്ട് നടക്കില്ല. കേരളം ഇനി മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും. ഇവര് പറയുന്ന കാര്യങ്ങൾ, ഇവര് തീവ്ര വലതുപക്ഷമാണ്, ഒരു കമ്മ്യൂണിസ്റ്റും അല്ല. ഞങ്ങള് പയ്യന്നൂരി എന്നപ്പോൾ ഞെട്ടിപ്പോയി. ഇപ്പൊ CPM-ന് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ ഫണ്ട് പിരിച്ച് പിരിവാണ്. ധനരാജ് ഫണ്ട് പിരിവ് തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റിനെ കുഞ്ഞികൃഷ്ണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇവിടെ രമേശ് ജി പറഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിൽ, ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച 3 CPM നേതാക്കന്മാർ ജയിലിലാണ്. സ്വർണം മാത്രമല്ല കേട്ടോ കൊള്ളയടിച്ചത്, അയ്യപ്പന്റെ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പം അതുപോലെ എടുത്തുകൊണ്ട് പോയി ഒരു കോടീശ്വരന് വിറ്റു. കോടീശ്വരനെയും പറ്റിച്ചു. കാരണം ഇത് കള്ള മുതലാണെന്ന് കോടീശ്വരനോട് പറഞ്ഞില്ല, അയാൾ മേടിക്കില്ല, അയാളെ പറ്റിച്ചു. അപ്പൊ എന്നിട്ട് അതിൻ്റെ ഒരു വ്യാജ ചെമ്പിലൊരെണ്ണം ഉണ്ടാക്കി, എന്നിട്ട് അതിൽ കുറച്ച് പൂശിയിട്ട് അവിടെ കൊണ്ടുവച്ചു. ഹൈക്കോടതി പറഞ്ഞത് 2019 1-ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള നടന്നത്. അതാരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും കക്കും. 2024 വീണ്ടും കക്കാൻ അത് പൊക്കിയെടുത്ത് വ്യാജ. മനസ്സിലായേ? അങ്ങനെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച 3 പേര് ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരായി നടപടിയെടുത്തില്ല. രക്തസാക്ഷി ഫണ്ട് കട്ടു എന്ന് പറഞ്ഞ ആൾക്കെതിരായി നടപടിയെടുത്ത്. ഇതെന്തൊരു വൈരുദ്ധ്യമാണ്. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, ഇതാണിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഇതാണ് പരിപാടി. കൊച്ചിയിൽ അഭിമന്യുവിന്റെ ഫണ്ട് കൊള്ളയടിച്ചു. തിരുവനന്തപുരത്ത് വിഷ്ണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സംഘപരിവാറുകാർ കൊന്നു. അപ്പൊ തന്നെ ഇറങ്ങി രക്തസാക്ഷി ഫണ്ട്, അതടിച്ചു മാറ്റി. ഞാൻ 5-ാം തീയതി കാസർഗോഡേക്ക് പോരുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് പോരുന്നത്, പുതുയുഗ യാത്രയിൽ പങ്കെടുക്കാൻ. അന്നത്തെ ദിവസം
CPM-ന് വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിൻ്റെ കുടുംബം കോൺഗ്രസിൽ ചേർന്നു. ഞാൻ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് വന്നത്. ഇടോ, രക്തസാക്ഷിയുടെ കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി നിങ്ങളുടെ പാർട്ടി മാറിയില്ലേ? അത്ര വെറുക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം ഒരു കാര്യം, ഗൗരവത്തിൽ നല്ല CPM-കാരെ കാണുമ്പോൾ ചിരിച്ചോളണം. അവർ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോണത്, വെറുതെ പറയല്ല. ഞാൻ മറ്റേ ഇലക്ഷന് മുമ്പ് പറഞ്ഞാണ്, ഇല്ലേ? പറഞ്ഞില്ലേ? ഇവിടെ വന്നപ്പോൾ പറഞ്ഞില്ലേ? ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു, ചിരിച്ചോളണം, അവർ നമുക്കേ വോട്ട് ചെയ്യുള്ളൂ. ഇടതുപക്ഷ സഹയാത്രികരുണ്ട്, 3ഉം 4ഉം പതിറ്റാണ്ടായി. ഇടതു വന്നാൽ നല്ലതാണ്, ഇടതു വന്നാൽ മാറ്റമുണ്ടാകും, ഇടതു വന്നാൽ അടിസ്ഥാന വർഗത്തിൻ്റെ ഒരുപാട് പുരോഗതി ഉണ്ടാകും എന്ന് കരുതിയ കുറേ നല്ല മനുഷ്യർ, ഇടതുപക്ഷ സഹയാത്രികർ. അവരെ കണ്ടാൽ ചേർത്ത് പിടിച്ചോളണം. നമ്മളെക്കാൾ വാശിയിൽ ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്ന് പറയുന്നത് അവരാണ്. കണ്ടില്ലേ കവി സച്ചിദാനന്ദൻ പറഞ്ഞത്? തുടർ ഭരണം വേണ്ട. മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നോവലിസ്റ്റ് ഷാര ടീച്ചർ പറഞ്ഞെന്താ? പിണറായി 3 അയ്യോ വേണ്ട, അയ്യോ വേണ്ട. ഇതാണ് സാംസ്കാരിക ലോകം പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. UDF എന്ന് പറയുന്നത് ഇന്ന് കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടിച്ചേരൽ മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ, വ്യക്തികൾ, ഇൻഫ്ലുവൻസേഴ്സ്, ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇടതുപക്ഷ സഹയാത്രികർ, ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകൾ അവർ തിരിച്ചറിഞ്ഞു ഇവർ തീവ്ര വലതുപക്ഷമാണ് എന്ന്. അവർ നമ്മളോടൊപ്പം ഉണ്ടാകും ഈ ജൈത്രയാത്രയിൽ. കേരളത്തെ രക്ഷിക്കാനുള്ള, കേരളത്തിന് മാറ്റമുണ്ടാക്കാനുള്ള നമ്മുടെ ഈ പോരാട്ടത്തിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഇന്ന് കോഴിക്കോടത്തെ ഈ പരിപാടി അവസാനിക്കുമ്പോൾ എല്ലാ നേതാക്കളും പറഞ്ഞതുപോലെ ഞാനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇത് ഗംഭീരമാകും എന്നൊരു പ്രതീക്ഷയുണ്ടായി. പക്ഷെ ഇത് ഗംഭീരമല്ല, അതിഗംഭീരമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങ് പോയി. ഇവിടെ പറഞ്ഞല്ലോ കുഞ്ഞാലി സാഹിബ്, എല്ലായിടത്തും പേരാമ്പ്രയിലും ബാലുശ്ശേരിയിലും എലത്തൂരും എല്ലാ സ്ഥലത്തും, ഈ ജില്ലയിൽ കയറിയപ്പോൾ മുതൽ കുറ്റ്യാടിയിലും എല്ലാ സ്ഥലത്തും ജനസഞ്ചയമാണ്. ഞാൻ ഓർത്തു ഇന്ന് പണിമുടക്കാണ്, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു? ഇപ്പോഴും നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ? അതൊന്നുമല്ല, അതിനേക്കാൾ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഞാനൊരിക്കൽ UDF ഞങ്ങൾ നേതാക്കന്മാരെല്ലാം വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഇടയ്ക്ക് ഒരു അത് വരുമല്ലോ, എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ട്രെൻഡ് എതിരായിരുന്നപ്പോഴും 14-ൽ 9 സീറ്റ് ഞങ്ങൾ ജയിപ്പിച്ചു. ഈ പ്രാവശ്യം 14-ൽ 14 ജയിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചു, അങ്ങനെയാണെങ്കിൽ 16-ൽ 16 മലപ്പുറത്ത് ജയിപ്പിക്കുമെന്ന്. പിന്നെ ഇടുക്കി, പത്തനംതിട്ട, പല ജില്ലകളിലും മുഴുവൻ സീറ്റുകളും ജയിക്കുന്ന പല ജില്ലകളും വരിക. പക്ഷെ ഇവിടെ നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇപ്പം പ്രവീൺ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് എല്ലാ സീറ്റും ജയിക്കുമെന്ന്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല, സത്യം പറയാം. പക്ഷേ ഇന്ന് ഞാനിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ വിസ്മയകരമായ മാറ്റം കോഴിക്കോട് ജില്ലയിലുണ്ടാകും. അത് 10-ന് മീതെ പോകും. അത് മുഴുവൻ സീറ്റുകളിലേക്കും എത്തിക്കേണ്ട ദൗത്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. മാറ്റമുണ്ടാകില്ലേ? ആ മാറ്റം മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ പറഞ്ഞു, പോരാളികളെ പോലെ വിശ്രമമില്ലാതെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ UDF-ന് കോഴിക്കോട് നിന്ന് ലഭിക്കുന്ന വർഷമാക്കി ഈ 2026 മാറ്റണം. ആ ഉറപ്പ് നിങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നിങ്ങൾ ഈ ജില്ലയിൽ നൽകിയ ഈ സ്വീകരണത്തിന്, ഈ പുതിയ യാത്രയ്ക്ക് നൽകിയ ഈ വരവേൽപ്പിന് സത്യമായിട്ടും നന്ദി പറയാൻ വാക്കുകളില്ലാതെ നിങ്ങളോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു എന്ന മാത്രം വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്തും.